ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി രാജകുമാരിയിൽ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ. നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പും വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റും സംയുക്തമായാണ് പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രാജകുമാരി ടൗണിൽ ശുചീകരണ യജ്ഞവും നടന്നു. പകർച്ചവ്യാധികളുടെ ഭീതിയിലായ രാജകുമാരി ഗ്രാമപഞ്ചായത്തിന് ആശ്വാസമേകി വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. പ്രദേശത്ത് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അടിയന്തര പ്രതിരോധ കോട്ട തീർത്തത്. ഇതിന്റെ ഭാഗമായി ടൗണിലെ വ്യാപാരികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ആദ്യഘട്ട ഹോമിയോപ്പതി പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോവിഡ് ഡിസ്പെൻസറിയിൽ നിന്നും മരുന്ന് ചെയ്യുന്നതിന് വേണ്ടി ആലോചിക്കുകയും വ്യാപാരികൾ വളരെ സന്തോഷം. മരുന്ന് വിതരണത്തോടൊപ്പം തന്നെ ഡെങ്കിപ്പനിക്കെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് വ്യാപാരികൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. രാജകുമാരി ആയുഷ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ഗിരിരാജകുമാരി ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു. വ്യാപാരികളുടെ നേതൃത്വത്തിൽ രാജകുമാരി ടൗണിൽ പൂർണ്ണമായും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. കടകമ്പോളങ്ങളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തും കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത ഉറപ്പാക്കിയുമായിരുന്നു ശുചീകരണ യജ്ഞം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ അധികൃതരും ജനങ്ങളും ഒന്നിച്ചിറങ്ങിയാൽ അതിനെ പ്രതിരോധിക്കുവാൻ കഴിയുമെന്നാണ് രാജകുമാരി തെളിയിക്കുന്നത്. വ്യാപാരികളുടെയും ആരോഗ്യവകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരുവാനാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജ ബിനു, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് റോയി വർഗീസ, സെക്രട്ടറി ജോഷി മുടനാട്ട്, ട്രഷറർ OA ജോൺ എന്നിവർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി.